വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഹലോ, വെൽക്കം ബാക്ക് ടു ആർജെ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണി കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുള്ളത് കോർണിഷിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയണേക്കാൾ മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നല്ലൊരു ക്ലൈമറ്റിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര വൈബാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും, ഒരുപാട് നല്ല അടിപൊളിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചുറ്റുഭാഗത്തും ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ചില ഏരിയയിലൊക്കെ നമുക്ക് കൺസ്ട്രക്ഷൻ്റെ വർക്ക് നടക്കുന്ന കാരണം അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. പക്ഷെ മൊത്തത്തിൽ നല്ല സൂപ്പറാണ്. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വന്ന ടൈം നല്ലതായതുകൊണ്ട് നമുക്ക് നല്ല ഫോട്ടോസും കിട്ടും. നമ്മൾ വ്ളോഗിലേക്ക് പോണതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് എന്തെങ്കിലും കാണിക്കുന്നു. ഈവനിംഗ് ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത്യാവശ്യം കുറച്ച് നടക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നല്ലൊരു വൈബാണ് അവിടെ. പിന്നെ നമുക്ക് ഇരിക്കാനായിട്ട് അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊക്കിയിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു മ്യൂസിയം, അതുപോലെ തൊട്ടടുത്തൊരു പാർക്കും ഉണ്ട്. ശരിക്കും അത് ആ ഭാഗം ഞങ്ങൾ എടുത്തിട്ടില്ല. ഇൻഷാല്ലാ അത് വേറൊരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു റിലാക്സേഷനാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ കുറേ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോ ദിവസം കൂടുന്തോറും ഓരോ ഏരിയ അങ്ങനെ മാറി മാറി വരികയാണ്. പിന്നെ അവിടെ ഫിഷിംഗ് ഉണ്ട്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫിഷിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈമിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. ഞങ്ങൾ പോയത് നൈറ്റിലാണ്, പക്ഷെ അവിടെ ബോട്ടിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പോയ സമയത്തൊക്കെ കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പകലിൽക്കും അടിപൊളിയായിരിക്കുക, രാത്രികളിലായിരിക്കും. കാരണം ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര സെറ്റായിരിക്കും കാണാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ കൂടെ ഇവിടുത്തെ രാത്രിക്കത്തെ ഒരു വൈബും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ശരിക്കും രാത്രിയാണ് കേട്ടോ സെറ്റ്. ഇപ്പം നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അടിപൊളിയാണെങ്കിൽ പകലെടുക്കണം. പക്ഷേ ഇവിടെ കാണാൻ ഏറ്റവും ഭംഗി ഉണ്ടാവുക രാത്രി സമയങ്ങളാണ്. അങ്ങനെ ഫുള്ള് ലൈറ്റിംഗ് ആയിരിക്കും. അത് ഞാൻ കൂടുതലിങ്ങനെ പറഞ്ഞ് ചളാക്കുന്നില്ല, നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ മതി. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റും കാണിക്കുന്നത് കൗണ്ട് ഡൗൺ ക്ലോക്കാണ്. അതായത് നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് 2022 കൗണ്ട് ഡൗൺ ക്ലോക്കാണ് ഇത്. ഇതെന്താണെന്ന് വെച്ചാൽ അതായത് 2022 നവംബർ 21 ഇവിടെ ഓപ്പണിംഗ് ഗെയിം വരുന്നത്. അൽബെയ്ത്ത് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണത്. അപ്പോൾ അതുവരേക്കുള്ള ടൈമാണ് ഇവിടെ കൗണ്ട് ഡൗൺ ചെയ്യണത്. അതിങ്ങനെ ഹവർ, മിനിറ്റ്, സെക്കൻഡ് അങ്ങനെ ആയിട്ട് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ട് വരുന്ന ഈ ഫ്ലാഗ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ് കപ്പിന് ക്വാളിഫൈഡ് ഉള്ള കൺട്രീസിൻ്റെ ഫ്ലാഗ്സാണ് അപ്പുറം ഇപ്പുറമായിട്ട് വെച്ചിട്ടുള്ളത്. അതിൽ കുറേയൊക്കെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഈ കൗണ്ട് ഡൗൺ ക്ലോക്കിൻ്റെ ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു സിമ്പലുണ്ട്, അതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇവർ ഈ കൗണ്ട് ഡൗൺ ക്ലോക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. സംഭവം അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ ആ ഒരു ഷേപ്പും ഇതൊക്കെ വെച്ചിട്ട് മെയിനായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഏത് കോർണറിൽ നോക്കുമ്പോഴും അത് ഒരുപോലെയാണ് നമുക്ക് ഫീൽ ആവുക. നമ്മൾ ഏത് കോർണറിൽ നിൽക്കുമ്പോഴും നമുക്കത് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ പകൽ, അതായത് നല്ല വെളിച്ചത്തിൽ ഞാനത് കണ്ടിട്ടില്ല. നമ്മൾ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നൈറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണില്ലേ, നല്ല ഗ്ലോ ആണത്, അടിപൊളിയാണ്. അതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് അവരുടെ താഴ്ഭാഗത്തായിട്ട് ഒരു ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്ലോക്ക് ഉണ്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട്.
പക്ഷെ നല്ല ഒരു അടിപൊളി സംഭവമാണ് എന്തായാലും അത് കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് വേൾഡ് കപ്പിനെ ഖത്തർ വരവേൽക്കണേൻ്റെ ഒരു ഇതും കൂടെയാണത്. പിന്നെ നമ്മൾ പോയത് അവിടെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബോട്ടിങ്ങിൽ അധികം റേറ്റൊന്നും അവർ വാങ്ങിക്കണില്ല. അത് പലരും പല റേറ്റാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനത് എത്രയെന്ന് ഇതിൽ പറയണില്ല. പക്ഷെ ഞങ്ങൾ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ കയറിയെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് കയറിയിട്ട് കുറച്ച് ഇറങ്ങിയപ്പോൾ തോന്നിയത് നമ്മൾ കയറിയിരുന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ട് മിസ്സായിരുന്നെന്ന് തോന്നി. കാരണം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതെങ്ങനെ ഇപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും നമുക്കത് ശരിക്കും ഫീൽ ചെയ്യണത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ശരിക്കും അവർ നല്ല ഫുൾ വോളിയത്തിൽ മ്യൂസിക്കൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് പോണത്. പിന്നെ അത് ഇതിലിടാൻ പറ്റില്ലല്ലോ, നമുക്ക് സോങ് വരുമ്പോൾ അങ്ങനെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് മ്യൂട്ടാക്കിയത്. നല്ല അടിപൊളി എന്താ പറയുക, DJ സോങ്സും ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സൊക്കെ ഇട്ടിട്ട് നല്ല അടിച്ച് പൊളിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് ഇരുന്ന് പോയിരുന്നത്. അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അധികം 3 ഫാമിലി എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മക്കളൊക്കെ ആണെങ്കിൽ പാട്ടൊക്കെ ഇട്ട് നല്ല അടിച്ച് പൊളിച്ചിട്ടാണ് പോയത്. ശരിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ അത്യാവശ്യം ടൈമുണ്ട് കേട്ടോ. നമ്മൾ ആ അറ്റം വരെ പോയി തിരിച്ച് വന്നു. എനിക്ക് തോന്നുന്നത് എങ്ങനെയായാലും നമ്മളൊരു അരമണിക്കൂറിലേറെ ഇരുന്നിട്ടുണ്ടാവണം, അതാണ് തോന്നുന്നത്. കറക്റ്റ് എനിക്കറിയില്ല. പക്ഷെ നമ്മൾക്ക് ഇരിക്കുമ്പോൾ തീരെ ബോറടിക്കില്ല. പിന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ഒരു മൂഡാണ്. നല്ല കാറ്റും നല്ല വ്യൂവും, അത് പ്രത്യേകം പറയണം. അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നമുക്ക് പകലാണ് നമ്മൾ ബോട്ടിങ് ചെയ്യണമെങ്കിൽ ഇത്രയും എഫക്റ്റ് നമുക്ക് തോന്നില്ലായിരുന്നു എന്നെനിക്ക് തോന്നി. നൈറ്റ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഭംഗി നല്ലോണം ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയാണ്. ഇനിയിപ്പോൾ നിങ്ങളാരും അങ്ങനെ പോവുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബോട്ടിങ്ങും കൂടെ ഒന്ന് ചെയ്യണം, കാരണം അത് മിസ്സാക്കരുത്. നല്ലൊരു വൈബാണ്. നമ്മൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടികളുടെ സൗണ്ട് കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ കേൾക്കണ്ടെന്ന് അറിയില്ല. പിന്നെ നല്ല അടിപൊളിയായിരുന്നു ബോട്ടിങ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ കയറുമ്പോൾ അത്ര പ്രതീക്ഷിച്ചില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട്. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.